വെനിസ്വേലയിലെ ഭൂകമ്പം നമ്മളെല്ലാം ഞടുക്കി കഴിഞ്ഞു. റിക്ടർ സ്കെയിലിലെ 7.2 ഒരു ഭൂകമ്പം ആദ്യം ഉണ്ടായി. അത് കഴിഞ്ഞാൽ അതിന് 7.5 ഒരു മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായി. സാധാരണഗതിയിൽ നമുക്ക് റിക്ടർ സ്കെയിലിൽ റെക്കോർഡ് ചെയ്യുന്ന ആ സംഖ്യ അല്ല റെക്കോർഡ് ചെയ്യുന്ന 7.2 ആണെങ്കിൽ പിന്നീടുള്ള ട്രിമ്മർ ഭൂകമ്പങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത 7.2 മാഗ്നിറ്റ്യൂഡിൽ ആദ്യത്തെ ആ ട്രിമ്മർ ഉണ്ടായിക്കഴിഞ്ഞാൽ തൊട്ട് പുറകെ 7.5 മാഗ്നിറ്റ്യൂഡിൽ വന്ന് അങ്ങനെ വെനിസ്വേലൻ ക്യാപിറ്റൽ കാരക്കസിലും അവരുടെ തലസ്ഥാനത്തും എല്ലാം മുഴുവൻ കെട്ടിടങ്ങളും നിലംപതിക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു. ഏകദേശം തുടക്കത്തിലെ ഏകദേശം ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടുവെന്നും അവിടെ കുറേ അധികം ആൾക്കാർക്ക് പരിക്കേറ്റു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന വാർത്തയിൽ 32 പേര് കൊല്ലപ്പെട്ടെന്നും 700 പേർക്ക് പരിക്കേറ്റെന്നും വന്നത് അങ്ങനെയൊന്നും ആയിരിക്കുന്നില്ല. അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് തന്നെ വരുന്നത്. അപ്പോൾ മൾട്ടി സ്റ്റോറി കെട്ടിടങ്ങളൊക്കെ നിലം പൊതിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഭൂമിയിലെ ഉൾക്കാമ്പിൽ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കഴിഞ്ഞ വർഷം നമ്മളൊരു ലോകം ഇന്ന് വരെ നമ്മൾ ദർശിച്ചിട്ടില്ലാത്ത റഷ്യയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ റഷ്യയുടെ ജനവാസം ഇല്ലാത്ത ഭാഗത്ത് 8.8 ഉള്ള മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു എർത്ത് ഉണ്ടായത് നമ്മൾ കണ്ടു. അത്രയും ശക്തമായ ഒരു എർത്ത് ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്കിലും ചൈനയിലെ ഒരു എർത്ത് അത് ഏകദേശം ഇതിനടുത്തൊക്കെ വരുന്നതായിരുന്നു. 1556 അന്ന് 8.5 ലക്ഷം പേര് കൊല്ലപ്പെട്ടു എന്നാണ് ചൈനയിൽ. അപ്പം ഭൂമിയിലുണ്ടാകുന്ന ഈ അടുത്ത കാലത്തുണ്ടാകുന്ന ഭൂമിക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയിൽ 8.8 നമ്മൾ കണ്ടു റഷ്യയിൽ കഴിഞ്ഞ വർഷമായിരുന്നു. അത് ഈ വർഷം 7.5 മാഗ്നിറ്റ്യൂഡിൽ നമ്മളിപ്പം വെനിസ്വേലയെ കണ്ടു. എങ്കിലും ഭൂമിയെ നമ്മളിൽ മലിനമാക്കുന്നു, അല്ലെ ഭൂമിയെ നമ്മൾ അന്തരീക്ഷത്തെ ഉൾപ്പെടെ ഉള്ള മലിനമാക്കുന്നു എന്നുള്ള വാർത്തകൾ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. അമേരിക്കയിലെ എൻവയോൺമെൻറ്റ് മിനിസ്റ്ററായിരുന്ന അദ്ദേഹം ജോൺ കെറിയുടെ ഒരു BBC അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിൽ അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിലെ പ്രത്യേകിച്ച് ഇപ്പം ഫ്രാൻസിലും സ്പെയിനിലും ഇംഗ്ലണ്ടിലും ഉണ്ടായ ചൂട് ഇന്ന് വരെ അവർക്ക് അനുഭവിച്ചിട്ടില്ല. 38.4 വരെ ചൂട് റെക്കോർഡ് ചെയ്തു എന്നാണ് വരുന്നത്. അത്രയും വലിയ ചൂട് ആ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അവിടെ അവർ പലരും കുട ചൂടുന്ന കണ്ടു. ചൂട് കൂടിയിട്ട് രണ്ടാമത് ഹാൻഡ് ഫാന്, കയ്യിലിരിക്കുന്ന ചെറിയ ഫാന് അത് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടു. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പൊതുവേ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളും തണുപ്പുള്ള പ്രദേശങ്ങളാണ്. ഇത്രയും ചൂട് അവരാരും അനുഭവിച്ചിട്ടില്ല. അതിൻ്റെ കാരണം ജോൺ കെറി പറയുന്നത് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷത്തിൽ ഡസ്റ്റ് കൂടിയിട്ട് ആ പാട്ടുകൾ ചൂട് പിടിച്ചു കഴിയുമ്പം അതിനടിയിൽ നമ്മൾ വസിക്കുന്നവർക്ക് ചൂടുണ്ടാകുന്നു, അത്യുഗ്രമായ ചൂടുണ്ടാകുന്നു. അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ്. അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇപ്പോഴത്തെ വാറ് ഇറാൻ്റെ ഇസ്രയേലിൻ്റെയും US വാറിൽ നമ്മൾ കണ്ട ഡ്രോൺസും മിസൈൽസും റോക്കറ്റും ഒക്കെ അന്തരീക്ഷത്തിൽ കൂടെ പോകുന്നു. അന്തരീക്ഷം മലിനീകരണം നടത്തിക്കഴിഞ്ഞു. അവിടെ മുഴുവൻ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം നിറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തന്നെയല്ലേ ഉക്രൈൻ്റെയും റഷ്യയുടെ യുദ്ധം എത്രയോ വർഷമായി, 2-3-4 വർഷമായി തുടങ്ങിയിട്ട് അവിടെ ഇതേ രീതിയിലുള്ള പ്രക്രിയയാണ്. അന്തരീക്ഷം മലിനീകരിച്ച് വരികയാണ്. പൊതുവെ ഭൂമിയിലെ ചൂട് കൂടിക്കൂടി വരുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. അത് നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. ഇന്ന് കേരളത്തിൽ നമുക്കറിയാമായിരുന്നല്ലോ, ആ കാലാവസ്ഥ നമ്മുടെ എല്ലാം മാറി. അത് ഇന്ത്യയിൽ പല സ്ഥലത്ത് അനുഭവപ്പെടുന്നല്ലോ. നമ്മുടെ ഇവിടെയും കാലാവസ്ഥ മാറി. നമുക്ക് മഴക്കാലവും വേനൽക്കാലവും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പരിച്ഛേദം മാറി. വേനൽക്കാലം എപ്പം വേണമെങ്കിലും നമുക്ക് മഴയാകും. അതുപോലെ വർഷകാലത്തിൽ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ആ മഴയുടെ തോത്, അതിശക്തമായ മഴ ചിലപ്പം പെയ്ത് പെട്ടെന്നങ്ങ് നിൽക്കും. അത് വലിയ ദൂഷ്യം ചെയ്യും. നമ്മുടെ വീടിനും മരങ്ങൾക്കുമൊക്കെ കേട് സംഭവിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള പ്രകൃതിയിലെ വലിയ കാര്യമായ മാറ്റങ്ങൾ നടക്കുന്ന കാഴ്ച അത് നമ്മൾ മനുഷ്യർ തന്നെ സൃഷ്ടിച്ച് വെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോഴത്തെ ആ വെനിസ്വേലയിലെ
ആ ഭൂമി കുലുക്കം അതേ സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും അതിൻ്റെ പ്രഭവ കേന്ദ്രം മോറോൺ എന്ന് പറഞ്ഞ സ്ഥലമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. 28 കിലോമീറ്റർ ഭൂമിക്കടിയിലാണ് ആ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ആ ഭൂമി കുലുക്കം, ആ തുടക്കം, ആ ട്രിമ്മർ ഉണ്ടായെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഏകദേശം 28 കിലോമീറ്റർ താഴെ. എന്നിട്ട് ഇത്ര ശക്തമായ രീതിയിൽ ഭൂമി കുലുങ്ങിയിരിക്കുന്നു. ആ ഭാഗത്തെ കെട്ടിടങ്ങളെല്ലാം വീണു, ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുക, പ്രകൃതിയെ നമ്മൾ തന്നെ പൊള്യൂട്ടഡാക്കി നമുക്ക് തന്നെ വിനയാക്കുന്ന കാഴ്ചയാണ് കാണുന്നതെന്നാണ് അമേരിക്കയിലെ ആ പരിണതപ്രജ്ഞനായ ജോൺ കെറി പറഞ്ഞത്.